ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇതപ്പോൾ അടുക്കളയിലാണ് കേട്ടോ. ഒരു ചെറിയൊരു കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സമയം ഇപ്പോൾ ഏകദേശം 4 മണി ആവാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. എങ്ങോട്ടാന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് അതാണ്. ഇതെന്താ, ബീട്രൂട്ട് ലിപ് ബാം ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുക. നമുക്ക് 5 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. 5:15 ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് ബസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ വഴിയെ കാണാം കേട്ടോ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ഞാനിപ്പോൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോവുകയാണേ. ഇപ്പോൾ വീട്ടിലാണ് ഞാൻ ഇറങ്ങാൻ പോവാം. സമയം 5 മണിയാവാനായി. അപ്പോൾ പോട്ടെ. അപ്പോൾ നമ്മൾ കുന്നും മലയൊക്കെ ഇറങ്ങി 15 രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്തിട്ട് നമ്മളിപ്പോൾ ആരെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്ന് ഡ്യൂട്ടിയിൽ നിന്നും എന്നേക്കുമായിട്ട് ഇറങ്ങുന്ന ഒരാളെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ആരാണ്? ഇതാണ് നമ്മുടെ ശ്രുതി. ഇന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ജോലിയൊക്കെ ഒഴിവാക്കി നിർത്തിയിട്ട് ഇറങ്ങുകയാണ്. കാരണം ഇനി കല്യാണം വരാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതുകൊണ്ട് ജോലി ഒക്കെ നിർത്തി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് എല്ലാ കണക്കുകളും കൂട്ടി സെറ്റാക്കി വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. മോനെ ഓൾറെഡി രാവിലെ അവൾ കൂട്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ അവൾ നമ്മുടെ വീട്ടിലായിരുന്നു. അപ്പോൾ രാവിലെ മോനെ അവൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വൈകുന്നേരം അങ്ങോട്ടേക്ക് പോവുകയാണിപ്പോൾ. നമ്മൾ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ബോക്സും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുന്ന് ഒരു വണ്ടി വിളിച്ചിട്ട് നമ്മളിപ്പോൾ അവർ നിൽക്കുന്ന വീട്ടിലെ അവിടേക്ക് പോവുകയാണ്. എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. ചേച്ചിമാരൊക്കെ അത്രയും അടുപ്പത്തിൽ സ്നേഹത്തിൽ നിൽക്കുന്ന തൊട്ടടുത്തുള്ള എന്താ പറയുക ഷോപ്പിൽ ചേച്ചിമാരും അവിടെ കൂടെ ഉള്ള ഓർഡറിൻ്റെ വൈഫാണെങ്കിലും അവരെ പെങ്ങളാണെങ്കിലും എല്ലാവരും നല്ല കമ്പനിയാണ്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു ഇവൾ പോകുന്ന കാര്യത്തിൽ. അപ്പോൾ ഇതാണ് അവളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി കേട്ടോ. അപ്പോൾ നമ്മൾ അവളുടെ വീട്ടിലെത്തി. കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ. അപ്പോൾ അതിപ്പോൾ അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള ഡ്യൂട്ടി വാവയ്ക്കും മോനും കൊടുത്തിട്ടുണ്ട്. അവരത് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വേഗത്തിൽ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടോ. ചായ ഉണ്ടാക്കി ഇത് അമൃതേച്ചി നമുക്ക് വാങ്ങി തന്നിട്ടുള്ള നെയ്യപ്പമായിരുന്നു. പണ്ടത്തെ നെയ്യപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൈയിൻ്റെ അടിയിലേക്ക് ഉണ്ടായിരുന്നു. ആ ഒരു നെയ്യപ്പം കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറ് നിറയായിരുന്നു. ഇപ്പോഴത്തെ നെയ്യപ്പം എന്ന് പറഞ്ഞാൽ കുഞ്ഞ് നെയ്യപ്പമാണ്. ആദ്യമോ നെയ്യപ്പം കഴിച്ചത് കാണുകയാണെങ്കിൽ കോമഡിയാണ് കേട്ടോ. അതിൻ്റെ നടുവിലുള്ള ആ ഒരു പൊങ്ങി നിൽക്കുന്ന ആ ഭാഗമില്ലേ, ആ ഭാഗം മാത്രം കഴിച്ചിട്ട് ബാക്കിയുള്ള ഭാഗം അങ്ങനെ ആ തോട് അവിടെ വെച്ചിട്ട് അങ്ങനെ അവൻ കഴിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പാൽ ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കുകയാണേ. നമ്മൾ 2-3 ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാകും. എല്ലാ ദിവസത്തെ വീഡിയോ ഇതിൽ ആക്ച്വലി ഇല്ല കേട്ടോ. ഇതാണ് ആദ്യമോ കഴിച്ചിട്ടുള്ള നെയ്യപ്പം കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് ചോറും കറിയൊക്കെ വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏറ്റെടുത്തു എല്ലാ കാര്യങ്ങളും. അപ്പോൾ ചോറിന് വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. കറി വെക്കണം, എന്തെങ്കിലും സൈഡായിട്ട് വെക്കണം. കാരണം അവളെ വല്യമ്മയും പിന്നെ ആ വീട്ടിലെ ആളില്ലേ സുനേട്ടനും അവിടെ ഇല്ല. സുനേട്ടന് വയ്യാത്തതിനോണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതാണ്. അപ്പോൾ അത് കാരണം അവരവിടെ ഇല്ല, ഹോസ്പിറ്റലാണ്. കല്യാണത്തിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നത് ഒന്ന് ഇതാണ് കേട്ടോ. പിന്നെ ഒന്ന് പാറു ഡെലിവറിക്ക് വേണ്ടി പോയതാണ്. പാറു ഹാപ്പി ആയിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. സുനേട്ട ഹോസ്പിറ്റലിലായത് കാരണം വാവയും ശ്രുതിയും വീട്ടിലൊറ്റയ്ക്കാണ്. പിന്നെ കല്യാണമൊക്കെ അടുപ്പിച്ചതാണല്ലോ, ഒറ്റയ്ക്ക് നിൽക്കാൻ വേണ്ടി പറ്റില്ല. അവൾക്ക് എൻ്റെ വീട്ടിലേക്ക് വന്നാൽ പോരേ എന്ന് ചോദിക്കും. അവൾ വന്നിട്ടുണ്ടെങ്കിൽ വാവ ഒറ്റയ്ക്കാവും വീട്ടിൽ. അപ്പോൾ അവന് ഫുഡ് കഴിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം ഞാനും മോനും ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോറും കറിയൊക്കെ വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ലിപ്പിങ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. പരിപ്പ് കറി വാവക്ക് ഭയങ്കര ഇഷ്ടമാണ്. തേങ്ങ അരയ്ക്കാത്ത പരിപ്പിൻ്റെ കറിയില്ലേ, മുളകിട്ടിട്ട് നല്ല കട്ടിയിൽ വെക്കുന്നത്, അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഞാനാണ് അടുക്കളയിൽ കയറുക. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കുക കേട്ടോ. എന്തുണ്ടാക്കിയാലും കഴിച്ചോളൂ, അത് വേറെ കാര്യം. പിന്നെ അവർക്ക് എന്താണോ കൂടുതൽ ഇഷ്ടം അതാണ് ഞാൻ ഫോക്കസ് ചെയ്യുക. എൻ്റെ ഇഷ്ടം മോൻ്റെ ഇഷ്ടം ഞാൻ നോക്കില്ല. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ മോൻ എന്താണോ ഇഷ്ടം അത് നോക്കിയിട്ട് ചെയ്യില്ല. അതേപോലെ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണോ ഇഷ്ടം അതാണ് ചെയ്യുക. അതിന് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ അറിയാത്ത സാധനമാണെങ്കിൽ നമ്മൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കി കണ്ടുപിടിച്ചിട്ട് നമ്മൾ ചെയ്യും. നമ്മൾ അതേപോലെ ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അതാണ് എന്നോട് മറന്നുപോയി. എൻ്റെ ലാപ്ടോപ്പിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ വീഡിയോ ഞാൻ എപ്പോഴെങ്കിലും അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു തക്കാളി കറി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് അരച്ചപ്പോൾ ശ്രുതി വന്നിട്ട് തുറന്ന് നോക്കിയപ്പോൾ ചേച്ചി ഇത് ചമ്മന്തി ആണോ എന്ന് ചോദിച്ചു. നല്ല സ്മെല്ലുള്ള കാരണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ അങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അവർക്ക്. എന്താ പറയുക, വെളിച്ചെണ്ണയിലൊക്കെ വറവിട്ടിട്ടൊക്കെ
അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് അടിച്ച് മാറ്റിയിട്ട് കുറച്ച് ചമ്മന്തിക്കും കൂടി എടുത്ത് ബാക്കി ഞാൻ നമ്മുടെ പരിപ്പിൻ്റെ കറിയിൽ അതിലേക്കും എടുത്തതാണ് കേട്ടോ. നിങ്ങളിത് കണ്ടു നോക്കുക, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. പിന്നെ തക്കാളി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കണ്ട കേട്ടോ. അതൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം പിടിക്കും, വെളിച്ചെണ്ണ ഒരുപാടായിട്ടുണ്ടെങ്കിൽ. ഓക്കെ, കണ്ടോ ഇതേപോലെ തക്കാളി അരച്ച് വെച്ചാൽ, അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് എടുത്തിട്ട് ഞാനിപ്പോൾ കുറച്ച് ചമ്മന്തിക്കും കൂടി ഒഴിക്കുകയാണ് കേട്ടോ. വളരെ കുറച്ചുള്ളൂ, നമ്മൾ 3-4 പേരല്ലേ ഉള്ളൂ, മോന് കുറച്ചല്ലേ കഴിക്കുള്ളൂ. ഈ ചമ്മന്തി അവനും ഇഷ്ടമാണ്, എരിവൊക്കെ ഉണ്ട് കുറച്ചുണ്ടെങ്കിലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും ഉണ്ടാക്കി. ബാക്കിയുള്ളത് നമ്മുടെ പരിപ്പിൻ്റെ ഇത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ചോറും കറിയും ഒക്കെ സെറ്റാക്കിയിട്ട് അത് കഴിക്കുന്നുണ്ട്. ആദ്യമോ പിന്നെ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ വാവേനെ ശ്രുതിനെ അച്ചു ഒരാളും കൂടി ഇട്ടിട്ടോ. വാവയ്ക്ക് ഒരു ഏട്ടനും കൂടി, ശ്രുതിക്ക് ഒരു അനിയനുണ്ട്. മൂന്ന് മക്കളാണ് കേട്ടോ ഇവർ. അപ്പോൾ അച്ചു അവിടെ ഇല്ലേ, അച്ചുവിനെ വാവേനെ കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇത് നിങ്ങൾ കാണുന്ന പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസം തലേ ദിവസം ഞങ്ങൾ രാത്രി 2 മണിക്ക് 3 മണി 4 മണിക്ക് എങ്ങനെ കോഴി കൂകുമ്പോഴാണ് ഞങ്ങൾ കിടന്നുറങ്ങി. അത്രയും നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ഇവിടെ കല്യാണത്തിന് പന്തലിടാനുള്ള സ്ഥലമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് കേട്ടോ. ഫ്രണ്ടിൽ വലിയ വയലാണ്. മഴ പെയ്തതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു ചളി ഉണ്ട്. നടക്കുന്ന സമയത്തെ ഒന്ന് താഴ്ന്നു പോകുന്നുണ്ട്. പക്ഷേ കസാര ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നുകൂടി ചിലപ്പോൾ കസാര താഴ്ന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ ഇങ്ങനെ നിരീക്ഷിക്കുകയാണ് ഞാൻ. അപ്പോൾ നമ്മളിപ്പോഴും ശ്രുതിയുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. അവിടെ ഇങ്ങനെ കുക്കിംഗ് ഒക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഡേ 2 ആണ് കേട്ടോ, 2ാമത്തെ ദിവസമാണ്. ഇന്ന് വൈകുന്നേരം ചിലപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകും കേട്ടോ. ആദ്യം എന്താണ് നിൽക്കുന്നുണ്ട്, ശ്രുതി കുളിക്കുകയാണ്. അപ്പോൾ ബാബ ഇവിടെ ഇല്ല, ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയി. നമ്മൾ ചായയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം എന്നാൽ നമ്മൾ ഒരുപാട് നേരം വൈകിയായിട്ടൊക്കെ എടുത്ത് തുടങ്ങിയത്. കുറച്ച് പാട്ടുകളും അതും ഇതൊക്കെ നോക്കി കുറച്ച് നേരം വൈകി. രാവിലെ എണീക്കുമ്പോഴും നേരം വൈകി കേട്ടോ. എൻ്റെ കുടിയൊക്കെ കഴിഞ്ഞിട്ട്, നോൽമ്പാണല്ലോ, അപ്പം കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ കറി വെക്കണോ വെക്കണ്ടെന്നുള്ള ഡൗട്ടിലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അവസാനം തീരുമാനിച്ചു, ഇപ്പോൾ വൈകുന്നേരം പോവുകയാണെങ്കിലും ചോറ് തിന്നിട്ട് പോകാമെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ കറി ആയിക്കൊണ്ടിരിക്കുന്നു, പച്ചക്കറി ചോറ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഞാനിവിടെ കുറച്ച് മാങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കടുമാങ്ങ വെക്കാം. ശർക്കര ഉണ്ടോയെന്ന് അറിയില്ല, എന്നാലും ശർക്കര ഇല്ലാതെ നമുക്ക് കടുമാങ്ങ വെക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യട്ടെ കേട്ടോ. ചോറിനുള്ള വെള്ളവും കുടിക്കാനുള്ള വെള്ളവും ഒരുമിച്ചാണ് വെച്ചത്. കറി ഞാൻ മാങ്ങ ഇട്ടിട്ട് കറി വെക്കാണ്. കടുമാങ്ങ മാറ്റി ഞാൻ ചമ്മന്തിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. വത്തക്കയും ക്യൂക്കുംബറും ഉണ്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്ത് നമ്മളെല്ലാവരും കഴിച്ചു. ഉച്ചയ്ക്ക് പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ വൈകുന്നേരമായിട്ടും ആകാശത്ത് 2 കിളികൾ പറക്കുന്നത് നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഞാനും വാവേൻ്റെ ഫ്രണ്ട്സും ശ്രുതിയും ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് മിന്നലടിച്ചത്. പിന്നെ എല്ലാവരും പാട്ടിനും വീട്ടിലേക്ക് പോയി കേട്ടോ. ഇന്ന് വൈകുന്നേരം തന്നെ ശ്രുതിൻ്റെ വല്യമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് തികയില്ല, അപ്പോൾ അത് കാരണം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. പനീർ മസാലയും അതേപോലെ തന്നെ ചപ്പാത്തി ഓർഡർ ചെയ്തിട്ട് നമ്മളത് കഴിക്കുകയാണ് കേട്ടോ. ഡേ 2 കഴിഞ്ഞു. ഡേ 3യും കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. ഇത് പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. ഒരുപാട് മാറ്റങ്ങൾ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. കുറേ ദിവസത്തെ ദേഷ്യം ഇതാ വന്നിരിക്കുന്നു. ആര് വന്നിരിക്കുന്നു? 2 ദിവസം ഞങ്ങൾ ഇവിടെ ഇല്ലാത്തതിന് കൊണ്ട് തന്നെ അമ്മേനെ കളിക്കാൻ ആരും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം അവൻ സ്കൂളിൽ പോകാൻ വേണ്ടി നേരത്തെ കാലത്തെ മാറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ചാറ്റാ.